അതെ അഡ്മിനെ ഒരു ക്യാരക്ടർ എൻഡ് ചെയ്യണമായിരുന്നു. നാരദ അപ്പൊ എങ്ങനെ ക്യാരക്ടർ എൻഡ് ചെയ്യേ? ഇനി നാരദൻ എന്ന് പറഞ്ഞ ആള് സിറ്റി ഇല്ലേ? ഏ ഏ ഏ ഏ ഏ ഏ ഏ ഏ ഇങ്ങോട്ടാ നീങ്ങോട്ടാ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ടോ. ഏട്ടാ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് മോനെ. മോനെ എന്നോട് പറയാന്നേ 10 കോടി അന്ന് അവൻ വണ്ടി അൺലോക്ക് ആക്കി തരാം. 10 കോടി എടുത്തോ. ഇങ്ങനെയുള്ള അല്ല നീ കുഴപ്പമില്ല. ആ കൊടുത്തോ കുഴപ്പമില്ല. നാട്ടിടയ്ക്ക് ഒരാളെ വിളിച്ചിട്ട് വരുന്നു, അവനെ വിളിച്ചിട്ട് തരാം. എങ്ങോട്ട് ആരാ നീ വിളിച്ചോണ്ട് പോണേ? എന്തിനീ? നമ്മളിവിടെ ആരല്ലേ അവന് 10 കോടി കൊടുത്ത് 10 കോടി തന്നു കഴിഞ്ഞാൽ വണ്ടി തുറന്നു കൊടുക്കുന്ന ആരെങ്കിലും പറഞ്ഞ? ഇല്ലല്ലോ. നല്ല തുറക്ക, നല്ല ട്രൈ ചെയ്യണം നാരദ. നടക്കൂല. നീ വണ്ടി കേറിയാലും നീ ചാവും. കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. ടിന്റുവിന്റെ അരി ഇതാരായിരുന്നു? എടാവനെ എടുത്ത് വണ്ടി എടാ ഡ്രാഗ് ചെയ്ത് വണ്ടി കയറ്റി. ആ കൊണ്ടുപോ. എടാ നമ്മുടെ സെമിത്തേരി എടാ അഡ്മിൻ വന്നായിരുന്നാ? ഇതാരത്? നീ എവിടെ പോണ്? ആ ഹലോ. അഡ്മിനെ ഒരു കാര്യം ചോദിക്കാനാണേ, ഒന്ന് വരാവോ? അതെ അഡ്മിനെ ഒരു ക്യാരക്ടർ എൻഡ് ചെയ്യണമായിരുന്നു. ഒരു ക്യാരക്ടർ എൻഡ് ചെയ്യണമായിരുന്നു. നാരദന്റെ അല്ല, അവന്റെ സമ്മതം എല്ലാം എടുത്ത് അവൻ എല്ലാത്തിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒന്ന് കൂടെ നിൽക്കാവോ? ആ ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ സെമിത്തേരി പോട്ടെ. അഡ്മിനെ ഞാൻ സെമിത്തേരി. അവന്റെ വല്ലാത്ത വിളച്ചിൽ ഇപ്പൊ നാരദ. നീ നാരദനല്ല, നീ വല്ല ശിക്കാരി മണിയാണെന്ന് അങ്ങനെ വല്ല പേരുണ്ടോ? നീ വിളി. എന്താ ഈ വണ്ടി വെച്ച് ഇസ്കമോ കാണിക്കും നോക്കും അഴുക്ക ചെറുക്കൻ. ഇളക്കവനെ. നാരദ അപ്പ എങ്ങനെ ക്യാരക്ടർ ഉണ്ട്? ഓക്കെ നാരദ ശരിക്കും പറയണേ, ഇത് ശരിക്കും എൻ്റെ. നിനക്കൊരു അവസരം തരാം. കുറെ അവസരം തന്നു നിനക്ക്. അഡ്മിനെ നമ്മളെ ഒന്ന് താഴെയോ? നമ്മള് ആളടുത്ത് ഒരു കാശിന്റെ കാര്യം പറഞ്ഞിട്ടേ, ആളുടെ കയ്യിൽ കാശുണ്ട് പക്ഷെ ആൾ തരുന്നില്ല. അപ്പൊ ഞങ്ങളത് പ്രോപ്പറായിട്ട് സംസാരിച്ച് അപ്പൊ ആളുടെ സമ്മതം എടുത്ത് ഇത് തന്നില്ലെങ്കിൽ ഇതായിരിക്കും പരിണിമ ഫലം എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു. അപ്പൊ ആള് എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എൻഡ് ചെയ്ത് വിടല്ലേ? പിന്നെ ആ നാരദ ആരെല്ലാം കാണാണ്ടാ? ഒന്ന് ജീവിപ്പിക്കാവോ? ഒന്ന് അത് പിന്നെ ആ അവിടെ അല്ലടാ. താഴെ കുടിയിറങ്ങടാ. അവിടെ നില്ലേ ഇത്ര ചോദിക്കുന്നില്ല. അവസാനം ആരെങ്കിലും കാണണോ? അപ്പൊ നിന്റെ ഇതാണ് സംഭവം. നീ ഈ സിറ്റി നിന്നേക്കോ പോവാണ്. ഇത് നിന്നെ കൊണ്ടുവന്ന കാലൻ. അല്ല എന്ത് കാര്യത്തിനെന്നൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞു. നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നീ എടുത്തായി. വലിയ സംസാരം. വെയിറ്റ് ചെയ്യാം. എന്തോ ദൈവം കാര്യം പറഞ്ഞു.
കുട്ടാ കുട്ടാക്കാര എല്ലാ കുട്ടാ. സൂര്യ ഇൻഫർമേഷൻ ഗാദറി പോ. ഏട്ടാ ഒരു കാര്യം പറയട്ടെ. ഇല്ല, മതി ദൈവത്തിന് ഒരു കാര്യം. മതി 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 സംസാരിച്ച് ഇത്ര സമയമുള്ളൂ നിനക്ക്. വാ. ആ അതെ വന്ന് ആ വാ വന്നു 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 ആ വന്നു വന്നു ഇതൊക്കെ ആര്? കാല വന്നു വാ പോ. ഒരു മിനിറ്റ്. ആ കേട്ടെ എന്നാ എന്റെ ഇനി നാരദൻ എന്ന് പറഞ്ഞ ആള് സിറ്റി ഇല്ലേ? നാരദന്റെ ഇവിടെ നാരദന്റെ ക്യാരക്ടർ ഇവിടെ സമാപനം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? നാരദൻ നമ്മുടെ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു അണ്ടിയും ചെയ്തിട്ടില്ല. ഇനിയും ഒന്നും ചെയ്യുമെന്നും തോന്നുന്നില്ല. ഭൂമിക്ക് ഭാരമായും എക്സാൻഡ് സിറ്റിക്ക് ഭാരമായും ഇങ്ങനെ ഒരു ആളെ ഞങ്ങൾക്ക് വേണ്ടതാനും. ആകയാൽ ഞങ്ങളുടെ കൂടെ ചെയ്ത തെറ്റിന് സ്വയമേൽ ഈ സിറ്റിയിൽ നിന്ന് വിട പറയുക എന്ന കൺസെന്റ് വാങ്ങിക്കൊണ്ട് നാരദൻ എന്നേക്കുമായി നാരദൻ എന്നുള്ള ക്യാരക്ടർ ഈ സിറ്റി വിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ ഈ ശരീരം ഞങ്ങൾ ഇവിടെ ബറി ചെയ്യുകയാണ്. എടാ ആ വായില് ആ അരി അരി ആ അരി ഓക്കെ ആ കിട്ടി കിട്ടി. വായില് അരിസി എന്താ നാശിച്ചു പോ. സമാധാനം കിട്ടല്ലോ ഒരു കാലത്ത്. ആ എടാ കൊടു 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 ഓടിയാ ഓക്കെ. അപ്പൊ എല്ലാരും നാരദൻ എന്നുള്ള ക്യാരക്ടറിന്റെ സിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ ആക്ഷൻസും ഉണ്ടാവും. ഓക്കെ. വല്ല നരകത്തിലോട്ട് വല്ല ബസ്സും പിടിച്ചു വിട്ടൊരു 100 ഇട്ട് കൊടുക്കാം. ഇതെന്ത് വരണില്ലല്ലോ, കാശ് പോലും വരുന്നില്ല. ഇത്രയ്ക്ക് ശാപം പിടിച്ചവൻ. സൂര്യ ഒരു കാശിട്ടോട് ഇവിടെ. എന്തിനടാ സൂര്യ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ലേ? ആ സൂര്യ കാശിട്ടാ. നീ മണ്ടനായോണ്ടാ ഞെക്കിയത്. നീ അവന്റെ കാലിലടക്കി ഇവിടെ എന്താ വാ വാ ആ ഓടിക്കാറ് ഓടിക്കാറ്. നാരദൻ ഈസ് നോ മോർ നാരദൻ. കത്തിയാടാ ഒന്നുകൂടെ എഴുതാ സൂര്യ. ശരി ഞങ്ങള് കത്തിക്കട്ടെ. ഞാൻ നരകത്തിന്ന് സാത്താനെ വിളിക്കാം, കാലിനെ വിളിക്കാം കൊണ്ടുപോവാൻ. വെയിറ്റ് കാലാ കാലാ കാലാ. നല്ലൊരു പയ്യനായിരുന്നു. നമ്മളെ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗുണവും ഇല്ലെങ്കിലും ആൾക്കാരെ മൂഞ്ചിക്കാനും പറ്റിക്കാനും യവനെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എൻ്റെ കൈ കൊണ്ട് തന്നെ നിന്റെ അന്ത്യം. സൂര്യ പെട്രോൾ എടുക്ക. കാലം വന്ന് കാല ഇയാളെ കൊണ്ടുപോണം. ഇയാളെ ഈ യമലോകത്ത് ആ കഴിഞ്ഞ് ആ ഓക്കെ. കാലിലൊന്ന് നല്ലൊരു മനുഷ്യന് സത്യം നല്ലൊരു മനുഷ്യന് അല്ലായിരുന്നു. നല്ലൊരു മനുഷ്യനല്ലായിരുന്നു. എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ.
അയ്യോ സിനിമ ഇനി ആരെടുക്കും എന്റെ ദൈവമേ. എടാ എല്ലാരും ആറായിപ്പിട് എക്സാക്ട് ആറായിപ്പിട് ആറായിപ്പി നാരദ അട്ട റെസ്റ്റ് ഇൻ പീസ് ആറായിപ്പി. സിറ്റി മൊത്തം ആഘോഷിക്കാനുള്ളടാ. എല്ലാവർക്കും എന്ത് വിഷമോടാ. ഇവനെ ഇത്ര എല്ലാവരും മൂഞ്ചിച്ച ആൾക്കാരാണ് കൂടുതൽ കേട്ടോ. അവിടെയൊക്കെ ശാപം ഇങ്ങനെ സഹിക്കുന്ന. ആ ഒരു സെക്കൻഡ് ആ ആ ആ ആ കൊണ്ടുപോക്കോ. ആളെ കത്തിച്ചിട്ടുണ്ട്. കൊണ്ടുപോക്കോ മൊത്തം. ബൈ ബൈ നാരദ. നമുക്ക് ഇനി എപ്പോഴേലും ഏതെങ്കിലും ലോകത്ത് വെച്ച് കാണാം. കൈലാസം പോയി പട്ടി. കാശ് തന്നില്ല കൊന്ന്. ആ ഒല്ല ഒന്നുമില്ലടാ. 20 கோடிடா. பணம் போனா வருமா? காசு பேல அவன் பറ്റിச்சென்ன ஏமாத்தி ஏன் காசு ஏமாத்தி என்ன. எனக்கு ஏமாத்துறது தான் பிடிக்காது. മനസ്സിലായാ? காசெல்லாம் முக்கியம். நம்பிக்கை நம்பிக்கை போனா எல்லாம் போகும். ഹലോ ഹലോ എന്താ സൗഹൃദം. രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ ഒരുമിച്ച് പോവാ. ഹോ നിങ്ങൾ ഓ അതെ ഡ്രേക്ക് എങ്ങോട്ടാ? ഞങ്ങള് ചുമ്മാ ചീടിയം. നടക്കട്ടെ. ഇല്ല അവന് കാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നാരദ ഡിസ്കസ് കൊടുത്തോ. നല്ലൊരു പയ്യനായിരുന്നു. RIP നാലു. അല്ല അതിന്റെ ആവശ്യമില്ല. പിന്നെ അവനാര് സെലിബ്രിറ്റി എല്ലാരും വിളിച്ചിട്ട് എല്ലാരും വെച്ചിട്ട് ഇങ്ങനെ അവൻ വല്ല ഇനി വന്നു കഴിഞ്ഞോണ്ടല്ലോ ഞാൻ അവനെ കൊന്നോണ്ടിരിക്കുവേ. ഇല്ല വരത്തില്ല. അല്ല ഇത് കറക്റ്റ്. നാരദൻ മരണം പറയണം. നമ്മുടെ സിറ്റിയിലൊരു ആളായിരുന്നു നാരദൻ. അടുത്ത ആഴ്ചയാണ് 16. റെസ്റ്റ് ഇൻ പീസ് നാരദൻ. എക്സാക്ട് ഇടാവോ? RIPയില് എക്സാക്ട് RIP നാരദൻ. ഹലോ മച്ചാനെ. ഹലോ ഓടല്ലേ? ഹലോ ന്യൂസ് പേപ്പർ ആണോ? അതെ ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ മുതുക്കിലെ മുതുക്കിന്ന് വിളിക്കുവാണ്. മുതുക്കിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടല്ല ഒരു അകന്ന ഒരു ഫ്രണ്ട് മരിച്ചുപോയി. അപ്പൊ അന്ന് ഇത് കൊടുക്കാവോ ന്യൂസില്? അല്ല ആള് മരിച്ചു അടക്കം കഴിഞ്ഞ്. പേര് നാരദൻ ഗെയിം. നാരദൻ തമ്പി RIP നാരദൻ തമ്പി എന്നോ മരിച്ചു എന്നുള്ള രീതി കൊടുക്കാവോ? ഒരു കണ്ടോള് കോട്ട അങ്ങനെ ഫോട്ടോ ഉണ്ടോടാ നാരദ? സൂര്യ ഫോട്ടോ സെറ്റ് കൊടുക്കോ? ആ ഫോട്ടോ ഇറക്കി തരാം. ഹലോ നാരദൻ അറിയോ? നാരദനെ ആള് മരിച്ചു കേട്ടാ. അതൊന്ന് അറിയിക്കാനായിട്ട് സിറ്റി എല്ലാവരും.
ഒന്ന് ഒരു RIP ഇടണേ. ആൾ മരിച്ച് ഇന്നലെ ഇന്ന് ഉച്ചക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഒന്ന് ഹലോ ചേട്ടനെ നാരദൻ അറിയോ? നാരദൻ ഇല്ല, അറിയില്ല. ഹലോ ബ്രോ, നാരദൻ അറിയോ? നാരദനെ മരിച്ച ആള് മരിച്ച ചേട്ടാ ഇന്ന് ഉച്ചക്ക്. ഉള്ളതാ ആരാ മരിച്ച? നാരദൻ എല്ലാരും RIP ഇടോ? ഒരാളില്ലേ ഒരു RIP ഇടണേ. നാരദ മരിച്ച? എടാ കബറടിക്ക. നമ്മുടെ സെമിത്തേരി. ഓനും ദുബായണം. ഓൻ കാരണം എനിക്ക് കപ്പലണ്ടി വാങ്ങിയ പറ്റിച്ചാ. വാ പോവാ. ഓനും വേണ്ടി ഒന്ന് ദുബാരിക്കണം. അതെന്താ വേണ്ടേ? പൂച്ച ഒരു സെക്കൻഡ് പൂയ വണ്ടിയാ? എത്ര കോടി? എത്ര പെണ്ണ്? അവൻ എത്ര പെണ്ണ് സെറ്റായി കൊടുത്ത്? എന്ത് പാസം? എന്നാ പിന്നെ അവനെ തന്തേന്ന് വിളി. എപ്പടിയാ? അത് നിന്റെ വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ഇത് മറ്റേ ഇത് മാരുതി സുസുക്കി. അതില് മറ്റേ മാരുതി സുസുക്കിയുടെ എഞ്ചിനില് പുട്ടി അടിച്ച് കയറ്റിയത്. കൊച്ചുപിള്ളേരെ പറ്റി എളുപ്പമല്ലേ? ഹലോ പേരെന്താ? എലീസ. നാരദൻ അറിയോ? നാരദനെ കുട്ടി ഇന്നെ കണ്ടില്ലല്ലോ ഇവിടെ. ബഹിരാശത്തോ? ഓ വിദേശത്ത്. ഓക്കെ. ഇപ്പഴാണോ വന്നേ? ഓക്കെ. നടക്കട്ടെ. വെള്ളമാണോ? ഉച്ചക്ക് തന്നെ വെള്ളമാണോ? ഡ്രോപ്പ് ചെയ്യണോ എവിടെയും? എന്തെങ്കിലും വിഷമുണ്ടോ? ടീഡിയോ? ഇല്ല എനിക്കൊന്നും. അടിച്ച് തൊലിഞ്ഞ് അടങ്ങണം ഉച്ചക്ക് തന്നെ. ആരടാ ഇത്? മച്ചാനെ റേസിങ്ങിനുണ്ടോ? അയ്യോ, എന്റെ വണ്ടി അത്ര സ്പീഡൊന്നും ഇല്ല. നമ്മുടെ വണ്ടി അത്ര സ്പീഡൊന്നും ഇല്ല. വേണമെങ്കിൽ അടിക്കാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. വാ നോക്കാം. വാ ഞാൻ എന്താ ഓടിക്കുന്നത്? അതില് ഗ്രീൻ. സൗണ്ടൊക്കെ ആണല്ലോ. പിന്നല്ലാണ്ട് പച്ചയാണ്, സൂപ്പറാണ്. அப்பா வேணாப்பா, இது நம்பி எதுக்கு பரையாசி எடுத்த? வண்டி இல்லப்பா, இது வந்து மாடிஃபை செய்து சும்மா ஒரு இதுக்காக தான் வச்சிருக்கேன். போடா. அந்த நியூஸ் ரிப்போர்ட்டர் கால் செய்றா. ஹலோ, சொல்லுங்க ரிப்போர்ட்டர். முதுகுல ஏதோ வந்துட்டேன். எங்க அப்பாவை விரிச்சிட்டு வந்துட்டேன். இந்த ரெட் கலர் கார். ഈ വണ്ടി എടുത്തോണ്ട് പോ. ഞാൻ ഉള്ള ഊരി കൊണ്ട് ഓട്ട്.
കാറ് സംസാരി വാ പെട്ടെന്ന് ഇത് കയറിക്കോ. പാപ്പ അവനെ വിളിക്കാൻ പറ ഫോട്ടോ ഉണ്ടോ പുള്ളി മരിച്ച? ഹലോ ആ ഹലോ 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 റിപ്പോർട്ടർ വാ ആ കേക്കാം. ഹലോ റിപ്പോർട്ടറെ. പിന്നടി ഇടാമ്പോ എവിടെ? പിന്നടി ഇടാ ആ റിപ്പോർട്ടറെ കയറി. ഓക്കെ 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 ഓക്കെ. அப்பா ஒரு வேலை சொல்லுவாங்கப்பா புறத்தும் போடலாம் அகத்தும் போடலாம் ഇത് എടാ സൂര്യ ഫോട്ടോ ഇല്ലേ? போட்டோ யாருமே எடுக்கலையே வர்க்கீஸ் தான் விളിச்சு கேட்கணும் അല്ല പുറത്ത് இருக்கிற ഫോട്ടോ എടുത്ത് തന്നാ മതിയാ അങ്കിൾ ആ. മെയിൽ ചെയ്താ മതിയാ നോർമൽ ഫോട്ടോ. പക്ഷെ പുറത്തുള്ള ഫോട്ടോ അത് ഇപ്പൊ എന്തോ ഇഷ്യൂ ഉണ്ടോ സിറ്റിക്കകത്ത് കാണൂല. അല്ലെങ്കിൽ ഫോട്ടോ ഇന്നലെ കേട്ടാ. ശരിയാക്കി ഫോട്ടോ ഇല്ലാതെ photo കൊടുക്കാൻ പറ്റില്ല. ഫോട്ടോ ഇല്ലാണ്ട് അത് മാത്രം. ഫോട്ടോ ഇല്ലാണ്ട് കൊടുക്കണേ കൊടുത്താ കുഴപ്പമില്ല. ഫോട്ടോ ഇല്ലാണ്ട് കൊടുത്താൽ മതി. സിറ്റിയിലെ ഇപ്പൊ ഉടനെ ന്യൂസ് ഇടുங்க ന്യൂസ് പോടുங்க എത്ര രൂപയാണ് ഇനി? അല്ല രൂപ ഒന്നും വേണ്ട, അത് ഇതല്ലേ ന്യൂസ് അല്ലേ. ആ ന്യൂസ് നമുക്ക് ആളുടെ കവർ ഇത് സെമിത്തേരിയുടെ കളർ കാണിച്ചു തരാം. ഓ അതിന്റെ ഫോട്ടോ എടുക്കാം. ആ അത് മതി. റീസൺ എന്താ ഡെത്തിന്റെ? റീസൺ ഇത് കഴപ്പ്. അല്ല ന്യൂസ് കൊടുക്കാന്. അല്ല, അതാണ് ശരിക്കും കാര്യം. ന്യൂസ് വേറെ രീതിക്ക് കൊടുക്കാൻ പറ്റുമോ? இல்லப்பா நிறைய பேர் பணத்தை ஏமாத்திட்டாருல அப்படி சொல்லலாம் സൂസൈഡ് നോക്കണോ? സൂയിസൈഡ് വേണ്ട. ആരെങ്കിലും കൊന്നു കുറച്ചായി. ഓക്കെ ഓക്കെ മിസ്റ്ററി നോക്കാം. ആ இல்ல எங்க அப்பான்னு போடு அப்பதான் மாசா இருக்கும் വേണ്ട. வேண்டாமா சரிப்பா. அப்பா அவரோட சிமெட்ரி எது ദാ ഇത് இடம் வேண்டாம் ഇത് அப்ப பிளைனா இருக்குப்பா ഏതാ ഇതാണോ? ആ ഇത് ഹലോ ചന്ദ്രണ്ണ, ഹലോ. അണ്ണാ ഇവിടെ തമ്പിയായിട്ട് നിക്കുന്നത്. நியூஸ் நல்ல பெருசா வரணும் ஓகேவா എവിടെ? ഞാനാ ഇവിടെ മുതുകില് ആ ആ പേരെന്നൊന്ന് ചോദിച്ചേ. എന്താ 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 ശേഖരൻ തമ്പിയോ എന്താ അങ്ങനെ എന്താ ശേഖരൻ തമ്പി ഇങ്ങോട്ടോ വരുന്നു. സൂര്യ இந்தப்பா ഏതോ ഒരു ശേഖരൻ തമ്പി നിക്കണത്. யார் வைக்கிறா ഏതൊരു ശേഖരൻ തമ്പി മുതുക്കി നിക്കണ. ஓகே என்னவா മനസ്സിലായില്ലേ? அது எப்படி விളിக்க முடியும் நியூஸ் கொடுங்க பட்டனே ஹலோ സ്പെല്ലിംഗ് എന്താ? NAARADAN. ആ നാരദൻ. NAARADAN നാരദൻ തമ്പി. THAMPI. ബാക്കി വണ്ടി തരാം. அப்பா நேத்திக்கு நான் கூட நியூஸ் கொடுத்தேன்ப்பா ஆனா 2 CR கேட்டாங்கப்பா അവിടെ ഇത് ആ സെമിത്തേരിയൊക്കെ കാണാൻ പറ്റാത്ത പലതും കാണും. അച്ഛനല്ല ശേഖരൻ തമ്പി. ഹലോ. അത് വെൽ ഡിസേർവ്ഡ് ആണ് അയാള് വെൽ ഡിസേർവ്ഡ്. ഇതാരാ? മോനെ പറ മോനെ. ചേർന്ന് നാരദനെ തന്തയൊക്കെ ഉണ്ടായിരുന്ന? ഹലോ അച്ഛാ. ഗേൾഫ്രണ്ടിനോട് ഒളിച്ചോടി പോയപ്പോ ആ ഒരു മനത്തിൽ ഞാൻ മറിയുന്നതാ. ആ ഓക്കെ ഒരു സെക്കൻഡ് വണ്ടി നോക്കിട്ടേ. ആരാ അവിടെ ടിൻഡു നിന്നെയാണ്. ഹലോ നാരദന്റെ കാര്യം അറിഞ്ഞായിരുന്നോ മോനെ? മോനെ ആരൊക്കെ ഒന്നോ കൊന്നൊന്നും പറയണോ, വേറൊരാൾ രക്ഷപ്പെടുമ്പോ മരിച്ചോന്ന് പറയണോ? ആള് പോയി. ഞങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്ന കല്ലറയുടെ അവിടെ. He's passed away. വെച്ച് കഴിഞ്ഞാല് ആരോ കൊന്നെന്നാണ്. കാരണം ഇല്ല കൊന്നൊന്നുമല്ല നമ്മള് ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു അല്ല കൊന്നെങ്കിൽ അവരെ കയ്യിലിപ്പിന് കൊന്നായിരിക്കും. ചിലപ്പോ അങ്ങനെയായിരിക്കും. ചിലപ്പോ ആരെങ്കിലും അല്ല ഭയങ്കര നാരദന്റെ അച്ഛനായിട്ട് പറയാം ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന ഭയങ്കര മോശം സംഭവം എന്ന് പറയാൻ ഭയങ്കര മോശം സ്വഭാവം. കടം വാങ്ങിക്കുക, കൊടുക്കാതിരിക്കുക. അല്ല അങ്ങനെ സ്ഥിതിയിൽ എല്ലാരും പൊതുവെ പറയുന്നത്. நியூஸ் അവനെ കൊന്നവർക്കൊരു ഇതുണ്ടാവും. Well deserved ആണത്, well deserved. ഇല്ല ചോദിക്കാം. പ്രായമൊന്നും നോക്കരുത് മോനെ. കാരണം മാരുതൻ എന്ന് പറയണത്
മാരുതിയാ ഷോറൂമിൽ ഇറക്കിയോണ്ടാ പേര് പോലും അറിയില്ലെങ്കിൽ നാരദൻ എന്നാ പോലെ പറഞ്ഞേ. നാളെ അവനെ കൊന്നവന്റെ ഒക്കെ ഈ മാസം എടുത്തിട്ട് ഈ ശ്വാസം ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും മോനെ, എല്ലാം ഉണ്ടാവും. മാസം എന്താന്നുള്ളത് മോനെ കൊന്നവനെ കാണാൻ പോലും ന്യൂസ് വന്നോ എവിടെ? அப்ப நியூஸ் வந்துச்சுப்பா போன்ல ஆப் എനിക്ക് ഫോണില്ല മോനെ. അല്ല ഇത് ഇങ്ങനെ വരാൻ വഴിയുണ്ട്. 1997 എങ്ങനെ പുള്ളി പറഞ്ഞു 1997 വിളിക്കളെ ന്യൂസിലാണ് നോക്കുന്നത്. ആപ്പ് ഉണ്ട് എക്സിന്റെ. അച്ഛനും മോൻ വേണമെങ്കിൽ ഒരു കല്ലറ കിടക്കല്ലേ? அங்கிள் அங்கிள் அப்படியே அந்த മോനെ എന്തൊക്കെ ചെയ്യാ? മോനെ എന്നെ കൊന്നവരറിയെങ്കിൽ അവരോട് പറഞ്ഞേക്ക്. അവന്റെ അച്ഛൻ അവനേക്കാളും വലിയ പിഴയാ. അത് മനസ്സിലായി. കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോക പിഴ. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോൻ മരിക്കുമ്പോഴത്തേക്കും അയാളുടെ കല്ലറ പോലും കാണാൻ വന്നിട്ട് ഇവിടെ നിന്നുള്ള മാസം അടിക്കാനുള്ള ഏത് അച്ഛനാണ് അങ്ങനെ ചെയ്യാ? കാണത്തില്ല. അവനെ കൊന്നവന്റെ കൊന്നിട്ട് ഞാൻ അവന്റെ ശവകല്ലറ കാണാം. നിങ്ങളുടെ മോൻ തന്നെ മരിച്ചത് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എന്റെ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എല്ലാരും നാരൻ പറയുന്നു. നമ്പി 98. ന്യൂസും വന്നു. It is with deep sadness that we announce the passing of Naran Nambi who passed away today. Oh, പാവം. പക്ഷെ ഇത്രയും സാധാരണ കാണിക്കട്ടെ പിന്നെ മരിച്ച Let's get off the city looking for love. നിങ്ങളെന്തിനു സാധാരണ കാണിക്കല്? സ്വന്തം മകന്റെ ഗേൾഫ്രണ്ടിനെ അടിച്ചോണ്ടേറ്റ് അല്ല പുള്ളി മിസ്റ്റർ ചന്ദ്രബോസ് എനിക്ക് സിറ്റി ലുക്കിംഗ് ഫോർ ലവ്. ആണോ? എന്താ എടാ ആദ്യം നിന്റെ സാമാനം വളർട്ടറാ എന്നിട്ട് പോരാടാ ഇതൊക്കെ. നീ ആര്? നീ എന്നെ ഉപദേശിക്കണടാ പന്ന നായിന്റെ മോനെ. പോടാ അഴുക്ക ചെറുക്കൻ. കാണാൻ പോന്നേ ഉള്ളു മോനെ. അല്ല ഇതിപ്പോ ഉടൻ വൈകാതെ മോന്റെ അടുത്തൊരു കുഴിയും കൂടെ വെട്ടേണ്ടി വരും. അല്ലെന്ന് തോന്നുന്നവര് എന്റെ മുണ്ടിന്റെ ഇടയിൽ ഞാൻ എത്തിക്കും. മുണ്ടിന്റെ ഇടയില് അത്ര വലിയ സ്പേസ് സ്ഥലമാണ്. ഗുഹയാന്ന് തോന്നുന്നു. മോന്റെ പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ. എടാ ചന്ദ്ര, നീ കേട്ടോ, എന്റെ മോനെ കൊന്നതിന് ആരായാലും അവനവിടെ ചോരയെ കുളിച്ചെടുക്കുന്ന കാണിക്കും. ചോര കുളിക്കണോ? അവരിങ്ങനെ ചോര കുടിച്ചിട്ടില്ലേ? യു മീൻ ബ്ലഡ് ബാത്ത്? ചോരയെ കുളിച്ചു കഴിഞ്ഞാൽ നല്ല സ്കിൻ നല്ല ഗ്ലോ അവന് ഞാൻ മരണത്തെക്കാൾ വലിയ വേദന എന്താ ഞാൻ കാണിച്ചു കൊടുക്കും. മരണത്തെക്കാട്ടിൽ എന്തിനു പറയും വേദനയുള്ളത്? പ്രസവല്ലേ അത്? അത് പ്രസവല്ലേ? ആ നീ പ്രസവിച്ച് നോക്കിട്ടോട്ടാ? അല്ല ശല്യം എല്ലാവരും പറയുന്ന കേട്ടി. അവരോടൊക്കെ പറഞ്ഞേക്ക് അവസാനമായിട്ട് അവരെയൊക്കെ കാണണമെങ്കിൽ കണ്ടോളെ. അപ്പാപ്പനെ ഇന്നും കൂടെ കാണുള്ളൂ. നാളെ ആടുന്നും കൂടെ ഇത് പോവാ. ഇവിടെ ഈ മാസം അടിച്ചിട്ട് പോവാ ആവി പിടിക്കാൻ. ഒന്ന് പോയിട്ട് കല്ലറയിൽ ഒന്ന് പോയി കണ്ടോ ഒരു പൂവൊക്കെ വെച്ചിട്ടോ എല്ലാം വിഷമങ്ങളൊക്കെ മാറും. ഒരിക്കലില്ല, അവനെ കൊന്നവരെ കൊന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. ശരിയാ, എന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. കയ്യപ്പോള് വർക്കുണ്ടല്ലോ അതൊന്ന് മാറ്റോ. ഒരു മാസം കയറി വന്നു പോയതാ.